الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. للذين أحسنوا الحسنى وزيادة ولا يرحق وجوههم قطر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വേദിയിൽ വീണ്ടും നിങ്ങളെ കാണാനും നിങ്ങളെ അള്ളാഹുവിന്റെ ദീന് നിങ്ങളുമായിട്ട് സംവദിക്കാനുമുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ സെന്റർ 2013 കാലഘട്ടത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിനു വേണ്ടി പ്രയത്നം ചെയ്ത, ഇന്നും ഈ സെന്റർ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന കുറെ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ ആഴ്ചയിൽ അള്ളാഹുവിന്റെ ഒരു ദിക്ർ കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രസരിപ്പിക്കാനും ഒക്കെയുള്ള വേദികളാണ് ഇസ്ലാഹി സെന്ററിന്റെ ഇതുപോലെയുള്ള ഹാളുകൾ. അത് തുടങ്ങി വെച്ചവർ, അതിന് പിന്തുണയേകുന്നവർ, അതിന് സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ആരോഗ്യം കൊണ്ടും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹു അവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സ്വർഗത്തിൽ വെച്ച് സ്വർഗത്തിലെ എത്രയോ ഗുണങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നുള്ളതാണ്. നമ്മൾ കാണാത്ത ഒരാളെ കാണുമ്പോൾ, നമ്മൾ കേൾക്കുകയും ഇതുവരെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ അതിന്റെ നമ്മുടെ താല്പര്യം ഞാൻ പറയാത്തന്നെ നിങ്ങൾക്കറിയാം. പ്രവാസികളായ നമ്മൾ 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ നാട്ടിലേക്ക് പോകുമ്പോൾ ആ എയർപോർട്ടിൽ വെച്ച് നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ ഒക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വികാരം, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ വലിയൊരു ഭാരം നമ്മുടെ നെഞ്ചിന്റെ പുറത്തുണ്ടാവും. നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന് ഇനി പോകുമ്പോൾ ഈ വീട്ടിലേക്ക് തന്നെ എനിക്ക് തിരിച്ചു വരാൻ കഴിയുമോ? എൻ്റെ ഉമ്മയെ ഇതുപോലെ കാണാൻ കഴിയുമോ? എൻ്റെ ഉപ്പയെ ഇതുപോലെ കാണാൻ കഴിയുമോ? എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും ഇതുപോലെ കാണാൻ കഴിയുമോ? എന്തൊക്കെ മനസ്സിൽ വലിയൊരു ഭാരവുമായിട്ടാണ് നാം കാറിന്റെ ഡോറ് തുറക്കാൻ, അവരുടെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം കൂടി നോക്കാനുള്ള ശക്തി നമുക്കുണ്ടാകില്ല. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അനുഭവിച്ചവർക്ക് ആ ഭാരത്തിന്റെ, ആ പ്രയാസത്തിന്റെ വിഷമങ്ങൾ നമുക്കറിയും. എന്ന് പറഞ്ഞാൽ
ഒരാളെ കാണുക എന്നുള്ളത് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ചില ആളുകൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിച്ച ചില കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആകാംക്ഷയാണ് അവരുടെ മനസ്സിൽ. കാലങ്ങൾക്ക് ശേഷം മക്കളെ കണ്ടപ്പോ, ഭാര്യയെ കണ്ടപ്പോ, ആ ഗ്ലാസിന് പുറത്തു നിന്ന് അവർ കൈവീശുന്നത് കണ്ടപ്പോ അവരുടെ മനസ്സിന് വല്ലാത്തൊരു ആകാംക്ഷ ഉണ്ടാവുകയും ആ ആകാംക്ഷ അവരുടെ ശരീരത്തെ ബാധിക്കുകയും കുഴഞ്ഞു വീഴുകയും ചെയ്ത എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കണ്ടവരെ കാണുക, കാണാത്തത് കാണാൻ ആഗ്രഹിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നബിയെ കാണാനല്ല, സ്വർഗത്തിലെ അരുവികൾ കാണാനല്ല, സ്വർഗത്തിലെ പഴങ്ങൾ കാണാനല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കേണ്ടത് അവനെ സൃഷ്ടിച്ച, അവന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനാണ്. അതിനെന്ത് വേണം? 3 ദറജകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ഒന്ന് മുസ്ലിം, മറ്റൊന്ന് മുഅ്മിൻ, മറ്റൊന്ന് മുഹ്സിൻ. ഇത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്കിടയിൽ തന്നെയുള്ള 3 ഘട്ടങ്ങളാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും പെടും. കാനേശുകുമാര് മുസ്ലിങ്ങളായ ഒരു മുസ്ലിം മാതാവിനും അതേപോലെ തന്നെ പിതാവിനും ജനിച്ച എല്ലാവരും മുസ്ലിമിന്റെ വിശാലമായ വൃത്തത്തിൽ പെടും. വിശാലമായ ഇസ്ലാമിന്റെ വൃത്തം. ഒരിക്കലും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് അഅറാബികൾ പറഞ്ഞു, കാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു എന്ന്. ആ സമയത്ത് ഖുർആൻ ഇറങ്ങി, ഖുൽ, അവരോട് പറയുക, ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനായിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ മുഅ്മിനായി എന്ന് പറയണ്ട എന്ന് വിശുദ്ധ ഖുർആൻ തിരുത്തി കൊടുത്തു. അറാബികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാന്തപ്രദേശത്തുള്ള ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പറയണം, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു നബിയേ എന്ന് പറഞ്ഞപ്പോ അവരുടെ മനസ്സറിയുന്ന അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹുജറാത്തിലൂടെ അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുത്തു, ലം തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംനാ, നിങ്ങൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ മുസ്ലിമും മുഅ്മിനും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ മുസ്ലിമിനും വലിയ ദറജയാണ്, വലിയ ഫളിലാണ് മുഅ്മിനിനുള്ളത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ പേരുള്ളവനാണ്, ഇസ്ലാമിന്റെ പേരും ഇസ്ലാമിന്റെ ചെറിയ ചിഹ്നങ്ങളും ഒക്കെ ഉള്ളവനാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിനെ, ആ ഈമാനിനെ അവന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ വേണ്ടാത്തൊന്ന് കാണുമ്പോ നമ്മുടെ മനസ്സിൽ തോന്നിയാൽ പഠിച്ചോനെ അത് കാണാൻ പാടില്ലല്ലോ എന്ന് തോന്നിയാൽ അത് നമ്മുടെ മനസ്സിൽ ഈമാനുണ്ട് എന്നുള്ളതിനുള്ള സൂചനയാണ്. പഠിച്ചോനെ എന്ന് ഞാൻ സുബഹി നമസ്കരിച്ചില്ലല്ലോ, ഞാൻ പള്ളിയിൽ പോയില്ലല്ലോ, ആ കുറ്റബോധമുണ്ടെങ്കിൽ എന്നിട്ട് നാളെ പള്ളിയിൽ പോകുന്നുവെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ തുടർച്ചയാണ്. ഭാര്യയോടും മക്കളോടും സമൂഹത്തിലെ അധികൃതരോടും അതേപോലെ തന്നെ സാധുക്കളോടും ഒക്കെ പെരുമാറുമ്പോ അല്ലാഹുവേ ഇവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ ഞാൻ കൊടുത്തില്ലല്ലോ, എനിക്ക് ഇത്രയും ധനമുണ്ടായിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ഈമാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ല, ഇതൊന്നും അറിയാതെ ഇതൊന്നും ആലോചിക്കാതെ ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് മുസ്ലിമും മുഅ്മിനും വ്യത്യാസമുണ്ട്. എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, എല്ലാ മുസ്ലിമും മുഅ്മിനല്ല, മറിച്ച് എല്ലാ മുഅ്മിനും മുസ്ലിമായിരിക്കും. അതേപോലെ തന്നെ ആ മുഅ്മിനിനും വലിയ ദറജയാണ് മുഹ്സിനിനുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ, ചില ആളുകളുണ്ട് അവർ സുകൃതം ചെയ്തവരാണ്, അവർക്ക് ഉത്തമമായ പ്രതിഫലമുണ്ട്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനും വലിയ ദറജയാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹ് ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് മുഹ്സിൻ. നമസ്കരിക്കാൻ നിൽക്കാണ്, വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ നമ്മൾ ആലോചിക്കണം, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധവും ബോധ്യവും നമുക്കുണ്ടെങ്കിൽ
നമ്മുടെ ചിന്തകൾ അപ്പുറത്തേക്ക് പോകില്ല, നമ്മൾ മറ്റൊന്നും ആലോചിക്കില്ല. നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും ആ റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുന്നവൻ, വേണ്ടാത്തത് കേൾക്കുമ്പോ, വേണ്ടാത്തത് കാണുമ്പോ, അതേപോലെ തന്നെ ബന്ധങ്ങളിൽ എല്ലാം സൂക്ഷ്മത പുലർത്തുന്നവനാണ് മുഹ്സിൻ. അപ്പൊ മുസ്ലിം, മുഅ്മിൻ, മുഹ്സിൻ, ഈ മുഹ്സിനുകൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് വസിയാദ. അങ്ങനെ ഇഹ്സാൻ ചെയ്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ നന്മകൾ ചെയ്യുന്നവർക്ക് വസിയാദ കൂടുതലും അള്ളാഹു കൊടുക്കും. വലാ യർഹഖു വുജൂഹഹും ഖത്റുൻ വലാ ദില്ലാ. അവരുടെ മുഖം ഇരുളുകയോ, അവരുടെ മുഖം ഇരുളോ അപമാനമോ തീണ്ടുകയില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗ്ഗവാസികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ സ്വർഗ്ഗത്തിൽ ശാശ്വതരായിരിക്കും. മഹാനായ സഹാബി സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, ഇതിപ്പോ സ്വർഗ്ഗം ആർക്കും വേണ്ട, കളിയാക്ക്. എന്തിനാപ്പ അവിടെ പാല്, എന്തിനാപ്പ അവിടെ തേന്, എന്തിനാപ്പ അവിടെ പഴം? ഇവിടെയുള്ള മനുഷ്യന്മാരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കുക. സ്വർഗത്തെ കളിയാക്കുന്ന വിഡ്ഢികളായ എക്സ് മുസ്ലിമുകളും അതേപോലെ തന്നെ കുറെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ ഏതൊരുത്തനും ഏത് മൂലയിലും വെച്ച് ഏത് മതത്തെയും ഏത് മതത്തിന്റെ വിശ്വാസികളെയും പരിഹസിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചോദിക്കുന്നത്, എന്തിനാണ് സ്വർഗം, എന്തിനാണ് പുഴ, എന്തിനാണ് തേനിന്റെയും പാലിന്റെയും ഒക്കെ പുഴ? നമ്മളായ മനുഷ്യൻ നമ്മൾ ഒറ്റ ചോദ്യം ചോദിക്കുക, നമ്മളിപ്പോ എന്തിനാ അവിടെ വന്നത്? ഓരോരുത്തരും രാവിലെ അധ്വാനിക്കാൻ പോണത് എന്തിനാ? നമ്മളിവിടെ ഗൾഫിലേക്ക് വന്നു, പലരും രാവിലെ നീച്ചിട്ട് അധ്വാനിക്കാൻ പോണത് എന്തിനാ? എന്തിനാ? ഭക്ഷണം കഴിക്കാൻ. ആ ഭക്ഷണം കഴിക്കണമെങ്കിൽ സാധാ ഭക്ഷണം റേഷന്റെ അരി തിന്നാ പോരെ? പോരാ, ചുവന്നരി തിന്നണം, ബീഫ് കറി വെക്കണം, പച്ചക്കറി നല്ലത് വാങ്ങണം. അതിനെന്ത് വേണം? അധ്വാനിക്കണം. അത് കഴിഞ്ഞാൽ സ്ഥലം വാങ്ങണം, അത് കഴിഞ്ഞാൽ വീട് വെക്കണം. വീടുള്ളവന്, സൗകര്യമുള്ളവന് ആ വീട് ഏറ്റവും നല്ല രൂപത്തിലാകണം. എന്റെ വീടാണ് ഈ പ്രദേശത്തെ ഏറ്റവും നല്ലതെന്ന് പറയണം. ഇപ്പൊ നാട്ടിലൊരു വീട് കണ്ടിട്ടില്ലേ? ഇപ്പൊ എല്ലാം പോയി ഓരോ വീടുകളിൽ ലിഫ്റ്റ് വരാൻ തുടങ്ങി. ഇവിടെ വിദേശത്തെ ഇവിടൊക്കെ വന്ന പോലെ ഇനിയും പോയിട്ട് ഹെലിപ്പാഡുകളുള്ള വീടുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പൊ അതെന്തിനാ? അതും പോയാ പിന്നെ മുതലാളിമാരെ ആഗ്രഹം എന്താ? കടൽ തീരത്തൊരു വീട് വേണം. ഇവിടെ കോഴിക്കോട് അങ്ങാടി വീടുണ്ടാവും, പക്ഷെ കടൽ തീരത്തൊരു വീട് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഇനിയോ ആ വീട്ടിൽ തന്നെ സ്വിമ്മിംഗ് പൂള് വേണം. നമുക്ക് പൈപ്പ് വെക്കാൻ തന്നെ പൈസ ഉണ്ടാവില്ല ഞമ്മക്ക്, പക്ഷെ മുതലാളിമാർ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്വിമ്മിംഗ് പൂള് വേണം. ആഗ്രഹിക്കണില്ലേ? അതും കഴിഞ്ഞ മൂന്നാറിലൊരു വീട് വേണം. അതിനാ ഇടയ്ക്കൊക്കെ പോയി മൂന്നാറിൽ പോയിട്ട് തണുപ്പിൽ താമസിക്കണം. അത് കഴിഞ്ഞ വയനാട്ടിൽ റിസോർട്ട് എടുക്കണം. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹമാണ്. അത് മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഇതിനെ സ്വർഗത്തെ കളിയാക്കണ്. അത് ഏതൊരു നിരീശ്വരവാദിന്റെ ആഗ്രഹം. നിരീശ്വരവാദി എന്താ ടൂർ പോയല്ലേ? ഈ ഹംക്കുകളുണ്ടല്ലോ കുറെ വൃത്തികെട്ടവന്മാര്, അവരെ പ്രസംഗം കേൾക്കാൻ തന്നെ പോകരുത്, അപ്പടിച്ചുവിടുക. ഒരു നിരീശ്വരവാദിന്റെ, അള്ളാഹിന്റെയും അള്ളാഹിന്റെ റസൂലിനെയും ചീത്ത പറയുന്ന ഒരു വൃത്തികെട്ടവന്റെയും പ്രഭാഷണം കേൾക്കാൻ പോകരുത്. കാരണം എന്താ? അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും കളിയാക്കാറുണ്ട്. എന്നിട്ട് അത് കേട്ടിരിക്കുക. നിങ്ങളെ അമ്മാനെയും വാപ്പാനെയും ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിരിക്കും. നിങ്ങളെ ചീത്ത പറഞ്ഞ നിങ്ങൾ കേട്ടിരിക്കും. അതിലും വലുതല്ലേ അള്ളാഹിന്റെ റസൂലും. പരസ്യമായിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത പറയുന്ന ഇത്തരം വൃത്തികെട്ടവന്മാരുടെ ഒരു സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാരൊക്കെ ഉണ്ടാവും. ഇസ്ലാമിക രാജ്യത്തൊന്നും ഉണ്ടാവില്ല. അത്തരം വൃത്തികെട്ടവന്മാരുടെ ഭാഷണങ്ങളും പ്രഭാഷണങ്ങളും വർത്തമാനങ്ങളും അറിയാൻ വേണ്ടി പോലും നിങ്ങളത് സൗണ്ട് ഇടരുത്. ആ വൃത്തികെട്ടവന്മാരുടെ മുഖങ്ങൾ കണ്ടാൽ അപ്പൊ തന്നെ മാറ്റണം. നിങ്ങളമ്മാനെ പറ്റി പറഞ്ഞ, നിങ്ങളപ്പാനെ പറ്റി പറഞ്ഞ, നിങ്ങളെ പറ്റി പറഞ്ഞ, നിങ്ങളെ ഭാര്യനെ പറ്റി പറഞ്ഞ, നിങ്ങളെ വാപ്പ സ്ത്രീലമ്പടനാണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉമ്മ വ്യഭിചാരിയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വേണ്ടാത്തവനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കേൾക്കുമോ? കേൾക്കൂലെങ്കിൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പറയുന്ന ഒരു വൃത്തികെട്ടവന്റെയും സംസാരം നിങ്ങൾ കേൾക്കാൻ തന്നെ നിങ്ങൾ സൂക്ഷിച്ചോളി. കേൾക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളെ മക്കളത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഇതിൽ നിന്ന് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാണ്.
അപ്പൊ സ്വർഗം നമ്മളെല്ലാരും ദുനിയാവിലെ സ്വർഗം എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ മാത്രമെന്നല്ല, മുസ്ലിം മാത്രമെന്നല്ല ദുനിയാവിലെ സ്വർഗം ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? തോട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? ഫാം ഹൗസുകൾ ഉണ്ടാക്കുന്നില്ലേ? അതേപോലെ തന്നെ ഹിൽ സ്റ്റേഷനുകളിൽ വീടുകൾ ഉണ്ടാക്കുന്നില്ലേ? അതേപോലെ തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ റിസോർട്ടുകൾ ഉണ്ടാക്കുന്നില്ലേ? ഇത് ദുനിയാവിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാമെങ്കിൽ, നിങ്ങൾ അത് ഉണ്ടാക്കുന്നുവെങ്കിൽ, ഒരു വിശ്വാസിക്ക് അവൻ നന്മ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത് പരലോകത്ത് കിട്ടും. അതല്ലെങ്കിൽ അതുണ്ട് എന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? അത് മനുഷ്യന്റെ ഇൻബിൽറ്റ്, അവന്റെ പ്രകൃതിയിലുള്ള, അവന്റെ ആഗ്രഹം, അവന്റെ മനസ്സിലുള്ള ഒരു വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ യഖൂലുല്ലാഹു തബാറക വതആല തുരീദൂന ശൈഅൻ നസീദുകും, അവരോട് അല്ലാഹ് ചോദിക്കും, എന്തെങ്കിലും വേണോ? ഇനിയും കൂടുതൽ എന്തെങ്കിലും വേണോ? ഫയഖൂലൂന, വിശ്വാസികൾ പറയും, അലം തുബയ്യിദ് വുജൂഹനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ എന്താണ് വേണ്ടത്? ഞങ്ങളുടെ മുഖം നീ വെളുപ്പിച്ചില്ലേ, പ്രകാശിപ്പിച്ചില്ലേ? നിന്നെ മാത്രം ആരാധിച്ചതിന്, അയൽവാസികളെ നോക്കിയതിന്. അല്ലെങ്കിൽ ഇപ്പൊ മതം എന്ന് പറഞ്ഞ എന്താ? അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. മതം എന്ന് പറഞ്ഞ എന്താ? ഈ വൃത്തിയട്ടന്മാര് ഇസ്ലാം എന്തിനാ മതം? ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി, ജാതി മതത്തിന്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നിങ്ങൾ പറക്കണം എന്നൊക്കെ നമ്മുടെ കുട്ടികളോട് പറയണേ. പറഞ്ഞവരൊക്കെ ചിറകില്ലാത്തോണ്ട് വീണിട്ടുള്ളൂ. മതം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളോട് പറയണേ? ഇസ്ലാം ഇപ്പൊ എന്താ നമ്മളോട് പറയുന്നത്? അള്ളാഹിനെ മാത്രം ആരാധിക്കണം. പിന്നെന്താ പറയുക? മാതാപിതാക്കളെ നോക്കണം. അതിലിപ്പോ എന്താ മോശം? അയൽവാസിന് പട്ടിണി അടക്കുമ്പോ വയറ് നിറച്ച് തിന്നരുത്, അതിലവിടെ മോശം? സാധുക്കൾക്ക് നിന്റെ സക്കാത്തിന്റെ 2% സാധുക്കൾക്ക് കൊടുക്കണം, അതിലെന്താ മോശം? എന്തിനാ മോശം? അനാഥകളെ കണ്ണീരൊപ്പണം, അഗതികളെ സഹായിക്കണം, വിധവകളോട് കരുണ ചെയ്യണം. ധനികൻ അവന്റെ ധനം എന്നുള്ളത് അവന്റേത് മാത്രമല്ല, അവന്റെ അയൽപക്കത്തുള്ള, അവന്റെ നാട്ടിലുള്ള പാവപ്പെട്ടവരുടേത് കൂടിയാണ്. ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും അതേപോലെ തന്നെ രോഗികളെ നീ സന്ദർശിക്കണം, അവർക്ക് സമാധാനം ചെയ്യണം, അവർക്ക് നീ നിന്റെ സദക്ക കൊടുക്കണം, നിന്റെ സക്കാത്തിന് അവകാശപ്പെട്ടവരാണെങ്കിൽ കൊടുക്കണം, ഉമ്മയെ നോക്കണം, വാപ്പയെ സംരക്ഷിക്കണം. ഇതില് ഭേദം മോശം? ഇതിനെന്തിനെ എതിർക്കണ്? ഇതിനെന്തിനെ എതിർക്കണ്? ഇതിലിപ്പോ ഏതാ മോശം? ഈ പറഞ്ഞതിൽ ഏതാ മോശം? എന്റെ ഭാര്യനെ വേറൊരുത്തന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത്. ഭാര്യ എന്ന് പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാല്ല അല്ല. അതിലിപ്പോ എന്താ തെറ്റ്? ഈ പറയുന്നവരുടെ ഭാര്യമാരൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ നടക്കുക കഴിച്ചിട്ടിട്ട് അല്ല. അത് മതം പറഞ്ഞാൽ ഓൾക്ക് പർദ്ദടിപ്പിച്ച് തട്ടടിപ്പിച്ച് എന്നിട്ട് മുഴുവൻ പറയിപ്പിച്ചു, കൈ കെട്ടിച്ച് അയച്ചു. അങ്ങനെ തന്നെയല്ലേ ചെയ്യണം? എന്നാ എല്ലാരും അഴിച്ചിട്ട് നടക്കണ്ടോ? ഇല്ലല്ലോ. എന്റെ ഭാര്യനെ നീ സംരക്ഷിക്കുന്നുണ്ട്, എന്റെ മക്കളെ നീ സംരക്ഷിക്കുന്നുണ്ട്. ബോളിവുഡ് നടൻ എത്രയോ പ്രേമങ്ങള്, ആകെ സിനിമ എന്ന് പറഞ്ഞ പ്രേമാണ്, എത്രയോ പ്രേമരംഗങ്ങളിൽ അഭിനയിച്ച പ്രസിദ്ധനായ ബോളിവുഡ് നടന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. എന്റെ മകനേറ്റം ഒരു പെണ്ണിനെ ഏറ്റവും സ്നേഹിച്ചാൽ അവനെ ഞാൻ വെട്ടിക്കൊല്ലുന്നതാണ്. ആ മൂപ്പര പെണ്ണി സ്നേഹിച്ചിട്ട് അങ്ങോട്ട് വിടുക, സ്നേഹിച്ചിട്ട് ഇങ്ങോട്ട് വിടുക. അറബികൾ ചോദിച്ചു അതാ ഫിലിം ഹിന്ദി അതാ ഫിറൂ കലാം ലോകത്തിൽ പ്രേമിച്ച് എന്തിനാ ഓടുന്നത്? അവിടെ നിന്നിട്ട് ചെയ്താൽ പോരെ? ഇത് പാട്ട് പാടിയിട്ട് അങ്ങോട്ട് വിടുക, പാട്ട് പാടിയിട്ട് അറബികൾ ചോദിക്കും ഇഷ്ടിയാതാ ഹിമാറാ. നമ്മളെ സിനിമയിൽ മാത്രമേ ഉള്ളത് അങ്ങനെ പ്രേമിച്ചിട്ട് ഓടല്, പാട്ട് പാടുമ്പോഴൊക്കെ ഓടുന്നത്. അതേപോലെ എത്രയോ സിനിമകളില് 1000, 2000, 5000 കോടിയൊക്കെയാണ് അയാളുടെ ആസ്തി. അയാളുടെ മകള് പ്രേമിച്ചപ്പോ ഇവർക്ക് പറ്റില്ല. കാരണം എന്താ? അത് പറ്റൂല. അപ്പൊ നമ്മളെ മക്കളെയും നമ്മള് തടയുമ്പോ നമ്മള് തോപ്പിട്ടാള്, താടി വെച്ചാള്, തീവ്രവാദികൾ, യാഥാസ്ഥികർ, ട്രഡീഷണൽ ഇസ്ലാമിന്റെ ആളുകൾ, അങ്ങനെ തന്നെയാണെന്ന് പറയണം. അവിടെ നമ്മൾ പരിങ്ങരുത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമം അനുസരിച്ച് മതം അനുസരിച്ച് ജീവിക്കുമ്പോ നിങ്ങൾ വളരെ നോർമലായിട്ട് ആലോചിച്ച് നോക്കുക. എന്തപ്പോ മതം എന്തപ്പോ പറഞ്ഞത്? ഞാൻ ഈ പറഞ്ഞ സംഗതികളെ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ അപ്പുറമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളെ കൊല്ലാൻ പറഞ്ഞോ? ചേച്ചി മുസ്ലിമായ ഒരു പണിയില്ല. ഒരു 24 മണിക്കൂറിൽ ഒരു 50 മിനിറ്റ് നിസ്കരിച്ചാൽ മതി. 365 ദിവസത്തില് 365 ദിവസത്തില് 30 ദിവസം നോമ്പ് വെച്ചാൽ മതി. 30 ദിവസം നിർബന്ധം. ബാക്കി 335 ദിവസം ഞാൻ ഇഷ്ടം പോലെ ജീവിച്ചു.
അഥവാ നമ്മളൊക്കെ ഹിന്ദുവായി പോയിക്കണെങ്കിൽ ഉള്ള കാത്തതാണ്. ആ ശയന പ്രദക്ഷിണം തന്നെ ഒന്ന് ആലോചിച്ചോക്കെ, ഈ വയറൊക്കെ വെച്ചിട്ട് ശയന പ്രദക്ഷിണം പറഞ്ഞിട്ടില്ല, നമ്മളോട് ഉരുളണം. നമുക്ക് ഉരുളാൻ പറ്റില്ലെങ്കിൽ ഒരുത്തം കൊടുത്ത് പറഞ്ഞിട്ട് ഉരുട്ടും. ഈ വയറൊക്കെ വെച്ചിട്ടൊന്ന് ആലോചിച്ചോക്കെ, വയറില്ലാത്തവർക്ക് തന്നെ കഴിയില്ല. അവിടെ തെക്ക് ഭാഗത്ത് ഒരു കുരിശുമല എന്നൊരു സാധനം ഉണ്ട് അല്ലെ, ക്രിസ്ത്യാനികള് വലിയ കുരിശ് പിടിച്ചിട്ട് മല കയറണം. നമ്മള് ചില്ലറ മല ഒന്നുമല്ല, വലിയ മല. ഇതൊന്നും വരണം മുസ്ലിംക്കില്ല. ഒന്ന് കുമ്പിടുക, ഒന്ന് സുജൂദ് ചെയ്യുക. അത് ഒരു 24 മണിക്കൂറിൽ 50 മിനിറ്റ് ഉള്ളൂ. അത് ചെയ്യാൻ തന്നെ നമുക്കുണ്ട് മടിയൻ. അപ്പൊ ഒന്ന് ആലോചിച്ചേക്കാം, ഒരു പ്രയാസം ഇസ്ലാമിലില്ല. വളരെ ലളിതമായ ആരാധനകളാണ് അള്ളാഹ് പറയുന്നത്. അതുകൊണ്ട് ആ മതത്വം സംബന്ധിച്ച് ആ കാര്യങ്ങൾ ചെയ്തവർ അള്ളാഹിനോട് പറയണം, അലം തുബയ്യിദ് വുജൂഹനാ, അള്ളാഹുവേ ഇതൊക്കെ ചെയ്തതിന് ഞങ്ങളുടെ മുഖം നീ പ്രകാശിപ്പിച്ചില്ലേ. അലം തുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ. വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ ഞങ്ങളെ രക്ഷിച്ചില്ല റബ്ബേ, ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അതുകൊണ്ട് അപ്പൊ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അവിടെ നടക്കുക എന്താണ്? അള്ളാഹു അവന്റെ മറ നീക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അവന്റെ ഇഷ്ടം എന്ന് പറയുന്നത് അവന്റെ രക്ഷിതാവിനെ കാണലാണ്. അതായിരിക്കണം നമ്മുടെ ഇഷ്ടം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയോ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹിനെ ആരെങ്കിലും കണ്ടുക്കണം. ഇപ്പൊ കാണേണ്ട ഒരു കാലാണ്, കാണുന്നതിന്റെ ഒരു കാലാണ്. ഞാൻ നബിനെ കണ്ടു, നബിനെ കണ്ടു വിചാരിച്ചാൽ ആരെങ്കിലും സ്വർഗത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ അബൂജഹൽ സ്വർഗത്തിൽ പോകണ്ടേ? ഒരു നേരിട്ട് കണ്ട, ഈ നമുക്ക് സ്വപ്നത്തിലാണ് കണ്ടിട്ടുള്ളൂ. പൊരുത്തം യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നബി വന്നു, 3 ഏക്കർ സ്ഥലം തന്നു. നമുക്കൊരു 3 ഏക്കർ സ്ഥലത്തിൽ ഇതേപോലെ പിരിക്കാൻ പറ്റും. നമ്മളിപ്പോ ഒരാഴ്ചയായി 10 ദിവസമായി, ഇനി എവിടെയൊക്കെ പോകണം, ഇതെല്ലാം കഷ്ടപ്പാട്. നമുക്കതാണ് പൈസ ഇല്ലാത്തത് വിചാരിക്കുക, നമുക്ക് നുണ പറയാൻ പറ്റില്ല. ഇപ്പൊ കാന്തൂര ബോക്കറൻസിലേര് 20 റുപ്യക്ക് നമ്മള് വെള്ളം വാങ്ങില്ല, ബോട്ടില് 1 ലിറ്ററാണ് നാട്ടില് 1 ലിറ്റർ. അതിന് ശരിക്കും ഹോൾസെയിൽ റേറ്റ് 8 റുപ്യ. ഹോൾസെയിൽ നമ്മളൊരു കമ്പനി പോയി 8 റുപ്യ. അതാണ് നമ്മൾ 20 റുപ്യക്ക് അതിന്റെ ട്രാൻസ്പോർട്ടേഷനും കടക്കാരുടെ പൈസ ഒക്കെ പടകൂട്ടി നമ്മൾ 20 റുപ്യക്ക് വാങ്ങും. ആ വെള്ളം മൂപ്പര് നബിന്റെ വെള്ളാന്ന് പറഞ്ഞിട്ട്, മുടി വെള്ളാന്ന് പറഞ്ഞിട്ട് 1000 റുപ്യക്ക് കിട്ടും. 1000 റുപ്യക്ക് കച്ചവടക്കാരല്ല, എനിക്കറിയില്ല എന്റെ ലാഭം. 1000 റുപ്യ പൈസ തരും. ഇത് 8 റുപ്യക്ക് വാങ്ങിയ സാധനം 1000 റുപ്യക്ക് കിട്ടും. പിന്നെ എന്താ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും മുജാഹിദീങ്ങളൊന്നും ചെയ്യില്ല. എങ്ങനെ ചെയ്യാ? നമുക്കിപ്പോ ഇങ്ങനെ വെള്ളം വെക്കാൻ പറ്റും. അവിടെ കൊണ്ടിട്ടൊരു മുടി വെച്ചിട്ടുണ്ട്. മുടിയാതെ പറയണേ ബോംബെന്ന് പറഞ്ഞ സാധനമാണ്. ബോംബെന്നെല്ലാം കിട്ടുമല്ലോ ഓൾഡ് മാർക്കറ്റ്. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു കുക്ക് സാധനം വെച്ച്, എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളം വരും. എന്നിട്ട് അത് ബോട്ടിൽ, ഈ ബോട്ടിലില് 5 രൂപയാണ്. 5 റുപ്യാണ് നാട്ടിൽ. നമ്മളെ 5 റുപ്യാണ് നമ്മുടെ നാട്ടിൽ 1 ലിറ്ററിന്റെ ബോട്ടിൽ. അത് വിൽക്കണ തരക 1000. എന്താ റിസോഴ്സ്? എന്താ? വെള്ളം. അങ്ങനെ നബിന്റെ മുടി. ഇപ്പൊ വേറൊരു ഇറങ്ങിക്കണേ, ഞാൻ നബിന്റെ സ്വപ്നം കണ്ടു വെച്ചിട്ട് ആള് വലിയ ആളാവുന്നാവില്ല. നബിന് ചിലപ്പോൾ സ്വപ്നം കാണാം. സഹിയായ ഒരു ഹദീസ് ഉണ്ട്, ഇനി ആരെങ്കിലും സ്വപ്നം കണ്ടാ ഞാൻ തന്നെ. പറയുന്ന ഒരു സത്യസന്ധന നോക്കണം. ഷെയ്ത്താന്റെ രൂപത്തിൽ വരില്ല, അത് ഹദീസിലില്ല. പക്ഷെ നബിനെ സ്വപ്നം കണ്ടു വിചാരിച്ചിട്ട് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം സ്വർഗത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ അബൂജഹൽ നേരിട്ട് കണ്ടല്ലേ? അബൂലാബ് എന്തിപ്പോ സ്വപ്നത്തിൽ കാണുന്നത്? നേരിട്ട് കണ്ടാണ് അബൂലാബൊക്കെ ഇതിന്റെ സ്വർഗത്തിൽ പോയത്. ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ അള്ളാന്റെ റസൂൽ നേരിട്ട് കണ്ടു, തൊട്ടു. അബൂ താലിബ് നബിന്റെ കൂടെ കടന്നു, നബിനെ 8 വയസ്സ് മുതൽ സംരക്ഷിച്ചു, ഒരേ വീട്ടിൽ കടന്നിറങ്ങി. മൂപ്പര് നരകത്തിലെന്നാണ് സഹിഹായ ഹദീസുകളിലൊക്കെ വന്നത്. ആര്? മൂത്താപ്പ. അപ്പൊ കണ്ടാലും തൊട്ടാലും ഒന്നുമല്ല, ഈ വിശ്വാസം സ്വീകരിച്ചാൽ എന്താകുക? സ്വർഗത്തിൽ പോവാ. അപ്പൊ ഇങ്ങനെ കുറെ കള്ളന്മാരാണ്. ഇനി കുറെ കഴിഞ്ഞാൽ പറയാം അള്ളാനെ കണ്ടു. അപ്പൊ അള്ളാനെ ആരെങ്കിലും ദുനിയാവെന്ന് കാണോ? എന്താ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം? വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക ഖാല ലൻ തറാനി വലാകിൻ അൻദുർ ഇലൽ ജബൽ
മൂസാ നബിക്ക് ഒരു ആഗ്രഹം അള്ളാനെ കാണണമെന്ന് ദുനിയാവുന്നു. അങ്ങനെ മൂസാ നബി നാം നിശ്ചയിച്ച സമയത്ത് മൂസ വന്നു. മൂസയോട് അള്ളാഹു സംസാരിച്ചു. മൂസ പറഞ്ഞു, റബ്ബി അരിനീ അൻദുറു ഇലൈക്. എല്ലാരും ആഗ്രഹമാണ്, ആരാ പോയി പഠിച്ചതൊന്ന് കാണണ്ടേ, പഠിച്ചത് എനിക്കായിട്ടൊന്ന് കാണാൻ പറ്റുമോ? ലൻ തറാനീ. അള്ളാഹ് പറഞ്ഞു, മൂസ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. വലാകിൻ ഉൻദുർ ഇലൽ ജബൽ. ഒരു കാര്യം ചെയ്തോ, ആ മലന്റെ അവിടേക്ക് നോക്കിക്കോ. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനീ. ആ മല അങ്ങനെ അവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്നെ കാണാൻ പറ്റും. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിലെ 143-ാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലയിൽ പ്രത്യക്ഷപ്പെട്ടു. വെളിപ്പെട്ടപ്പോ ജഅലഹു ദക്കാ, ആ മല അത് പൊടി പൊടിയായി. വഖറ മൂസാ സഇഖാ, മൂസ ബോധരഹിതനായി. ഒരു മല അങ്ങനെ നമ്മളെ മുമ്പിന്നാണ് പൊട്ടി എന്തുണ്ടാവും? മൂസാ നബി അവിടെ ബോധരഹിതനായി വീണു. ഫലമ്മാ അഫാഖ്, അങ്ങനെ മൂസക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോ ഖാല, മൂസ പറഞ്ഞു, സുബ്ഹാനക, പരിശുദ്ധനായ റബ്ബേ, തുബുതു ഇലൈക, ഞാൻ നിന്നോട് തൗബ ചൊല്ലുന്നു, ഞാൻ ചോദിച്ചത് ശരിയായില്ല, ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു. വാന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാണ്, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാണെന്ന് മൂസാ നബി പറഞ്ഞു. മൂസാ നബി കണ്ടോ? കണ്ടില്ല. അള്ളാഹ് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ മൂസാ നബി അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ആയിഷ ഇതൊക്കെ ഇപ്പൊ പറയണ എന്തിനാ അറിയോ? നീ നാളെ ആരെങ്കിലും വന്നിട്ട് പറയും എന്ത് അള്ളാഹിനെ കണ്ടെന്ന്. അപ്പൊ നിങ്ങളിത് ആലോചിക്കണം, അങ്ങനെ ഉണ്ടാവില്ല. ഈ ഖുർആൻ ക്ലാസ്സുകളിൽ നിങ്ങൾ, അതേപോലെ തന്നെ ഖുർആൻ പഠനത്തിൽ നിങ്ങൾ കൂടുതൽ പങ്കെടുക്കണം. മൗലവിമാർക്ക് ശമ്പളം കിട്ടാനും പിരിക്കാനും വേണ്ടിയിട്ടല്ല നിങ്ങൾ വിചാരിക്കുന്നത്. അതൊക്കെ ഇപ്പൊ നിങ്ങള് വന്നാലും വന്നില്ലെങ്കിലൊക്കെ അങ്ങനെ നടക്കും. ദീനിന്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലം. ഇപ്പൊ വഖഫ് എന്താണ്? ഞാൻ എനിക്കൊരു സ്ഥലമുണ്ട്, അപ്പൊ ഞാൻ എന്റെ പരലോകം ആഗ്രഹിച്ചിട്ട് ഒരു പള്ളി കൊടുത്തു, അല്ലേ? അതല്ലെങ്കിൽ ഒരു മദ്രസ കൊടുത്തു, അതല്ലെങ്കിൽ ഞാനൊരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തു, അതല്ലെങ്കിൽ ഒരു റൂം ഉണ്ടാക്കി കൊടുത്തു, എന്റെ ഇക്ക്, അതല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളുടെ പേരിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ അതിനാണ് വഖഫ് എന്ന് പറയാം. അത് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അതിന്റെ കൂലി എവിടെ കിട്ടും? ഖബറിൽ കിട്ടും. അതിനാണ് നമ്മൾ ചെയ്യണം. മുസ്ലിം ഇന്ന് വഖഫ് പറഞ്ഞ എന്താ ബാക്കി? നമ്മളെ സ്ഥലത്ത് വന്നിട്ട് വഖഫ് ബോർഡ് ഒരു ബോർഡുണ്ട് സ്ഥാപിച്ച ആ ഭൂമി ആരുതായി? വഖഫ് മുസ്ലിങ്ങൾ പിടിച്ചെടുക്കും. അടുത്ത ഇലക്ഷനാണ്, 2026 ഇലക്ഷനാണ്. കണ്ണു നിങ്ങളെ ആധാരം, നിങ്ങള് ബില്ല് കെട്ടണ, നിങ്ങള് എന്താ പറയുക, ടാക്സ് കെട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു ബോർഡാണ് വെക്കുക, ഇത് വഖഫിന്റെതാണ്, കിട്ടുമോ? അപ്പൊ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഊക്ക് എന്താണ്? അങ്ങനെ ഓരോ ഇസ്ലാമിന്റെ ഓരോ സാങ്കേതിക പദങ്ങളും, ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓരോ ക്ലാസ്സുകളിലും പങ്കെടുത്ത്, ഇപ്പൊ ഇതേ പറഞ്ഞ് നാളെ ഒരുത്തം വരും, ഓന് 3 ഏക്കർ കൊണ്ട് മതിയായില്ലെങ്കിൽ 10 ഏക്കർ കിട്ടണമെങ്കിൽ ഓൻ വരും. നബിനെ കണ്ടിട്ടൊന്നും പോരെങ്കിൽ അള്ളാനെ കണ്ടെന്ന് പറഞ്ഞിട്ട് വരും. റസൂലുള്ളാഹി ഒരു ഹദീസ് ഉണ്ട്, ജനങ്ങൾക്കൊരു കാലം വരും, അന്ന് പ്രഭാഷകന്മാരെ എന്ന് പറഞ്ഞാൽ ദജ്ജാലൂന കദ്ദാബൂൻ. എന്താ കദ്ദാബ് പറഞ്ഞ അറിയില്ലേ? സൗദി അറേബ്യയിലെ ആൾക്കാരില്ല, നാട്ടിലെ ഒരു അർത്ഥം പറഞ്ഞത് കദ്ദാബ് എന്ന് പറഞ്ഞ കള്ളന്മാരാണ് അവർ, ദജ്ജാലിങ്ങളാണ് അവർ. എന്നിട്ട് അവരൊരു കഥ പറയും, മാലം തസ്മഉ അൻതും വലാ ആബാഉകും. ആ കഥകൾ നിങ്ങളോ നിങ്ങളുടെ ഉപ്പമാരോ മുമ്പ് കേട്ടിട്ടില്ല. അങ്ങനത്തെ കഥകൾ നിങ്ങളോട് പറയും. അതുകൊണ്ട് അത്തരക്കാലത്തൊട്ട് നിങ്ങൾ എന്താവണം? സൂക്ഷിക്കണം. എന്തെല്ലാം കഥയാണ്. എയർപോർട്ട് ഫ്ലൈറ്റ് വന്നു, അപ്പൊ അതിൽ മടവൂരിന്റെ മുരീദ് ഉണ്ടായിരുന്നു. മൂപ്പർക്ക് എവിടെ ഇറങ്ങണ്ടത്? കോഴിക്കോട് ഇറങ്ങേണ്ടത്. പക്ഷെ കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റില്ല പറഞ്ഞു, കൊച്ചിയിൽ ഇറങ്ങുള്ളൂ പറഞ്ഞു. അപ്പൊ മൂപ്പര് ഇടപെട്ടു. ആര്? മൂപ്പര് ഫ്ലൈറ്റിൽ നിന്ന് മടവൂരാണ്ട് വിളിച്ചു, മടവൂരാണ്ട് ഇടപെട്ടു. ഫ്ലൈറ്റ് എവിടെ തന്നെ ഇറങ്ങി? കോഴിക്കോട്. ഇത് പറഞ്ഞ് നിങ്ങൾ ചിരിക്കുക, പക്ഷെ അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്റെ നാട്ടിൽ നിന്ന് വീട്ടിൽ ചോദിച്ചു, എന്നെ ഒരാഴ്ചയായിട്ട് കണ്ടില്ലല്ലോ. ഞാൻ മൗലവി, നമ്മളെ തേങ്ങടുന്ന ആളെ, ഞാൻ മടവൂരിന്റെ അവിടെ പോയത് 7,000 റുപ്യാണ്. 7,000 റുപ്യാണ് ഒറ്റപ്പാലത്തുനിന്ന് നിങ്ങളെ കോഴിക്കോടല്ലേ മടവൂര്. അപ്പൊ ഇതൊക്കെ വിശ്വസിച്ച് ഫ്ലൈറ്റ്, ഇങ്ങനെ കരിപ്പൂരത്തെ ഫ്ലൈറ്റ്
കൊച്ചിയിൽ ഇറക്കാൻ പറ്റും, കൊച്ചിയിൽ ഇറങ്ങണേ കരിപ്പൂരിൽ ഇറക്കാൻ പറ്റും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും നാട്ടിലുണ്ട്. നിങ്ങൾ മൂല്യന്മാര് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടതൊന്നും നടക്കാത്ത കാര്യമാണ്. ആൾക്കാരെ വിശ്വസിക്കും. അപ്പൊ ഇങ്ങനെ കുറെ കള്ളക്കഥകളുമായിട്ട് ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോ അവർ നിങ്ങളെ വഴിതെറ്റിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ആയിഷ ഉമ്മ പറയാണ്, മൻ സഅമ അന്ന മുഹമ്മദൻ റഅ റബ്ബഹു ഫഖദ അഅളമ അലല്ലാഹിൽ ഫിറിയ. ആരെങ്കിലും പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ പേരിൽ ഏറ്റവും വലിയ കളവ് പറഞ്ഞവനാണ്. അപ്പൊ അല്ലാഹുവിനെ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യനും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. അല്ലാഹു ദൃഷ്ടികൾക്ക് അവനെ പ്രാപിക്കാനാവില്ല, അവനെ ദൃഷ്ടികൾ പിടികൂടുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം അനുസരിച്ച് ദുനിയാവിൽ വെച്ച് ആർക്കും കാണാൻ കഴിയില്ല. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. വിശുദ്ധ ഖുർആൻ നമ്മോട് സൂറത്തുൽ ഖിയാമയിലെ 22ഉം 23ഉം ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹുവിലേക്ക് നോക്കിയിട്ട് ചില മുഖങ്ങൾ പ്രസന്നമാകും. അതെവിടെ വെച്ചിട്ടാ? സ്വർഗ്ഗത്തിൽ വെച്ചിട്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വ അക്സറുൻ നാസി തൻദുറു ഇലാ റബ്ബിഹാ ഇയാനൻ ബിലാ ഇജാബ്. അല്ലാഹുവിനെ നിങ്ങൾ കാണും, ഒരു മറയുമില്ലാതെ നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജരീർ ഇബ്നു അബ്ദില്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, കുന്നാ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെയായിരുന്നു. ഫനദറ ഇലൽ ഖമരി ലൈല. അപ്പൊ ഞങ്ങള് ചന്ദ്രനിലേക്ക് ഇങ്ങനെ നോക്കി ഒരു രാത്രിയിൽ. എന്നിട്ട് നബി പറഞ്ഞു, ഫഖാല ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ. ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ അല്ലാഹുവിനെ കാണും. അത്രയും വ്യക്തമായിട്ട് നമുക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയും. ലാ തുലാമൂന ഫീ റുഹിയതിഹി. അവനെ കാണുന്നതിനായി നിങ്ങൾക്ക് തിരക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഫൈനിസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫഅലൂ ثم قرأ فسبح بحمد ربك قبل طلوع الشمس وقبل الغروب. അതുകൊണ്ട് അല്ലാഹു പറയും, റസൂലുള്ളാഹി പറയും, രണ്ട് നിസ്കാരങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിനെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സുബഹിയും അതേപോലെ തന്നെ അസറും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുവെങ്കിൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നഷ്ടപ്പെടുന്ന രണ്ട് നമസ്കാരങ്ങളാണ് സുബഹി. ചിലവരൊക്കെ വിചാരം 4 നമസ്കാരമുള്ളൂ, എന്നിട്ട് ഖളാ വിട്ട്. ഖളാ കണ്ടൊരു പടി തന്നെ ഇസ്ലാമിലില്ല. ഖളാ ഇല്ല, അഥവാ ഉറങ്ങിപ്പോയ എഴുന്നേൽക്കുമ്പോൾ നിസ്കരിക്കുക. നമ്മുടെ ചിലവരെ കണ്ടിട്ട് ഒരു നാണോ ഇല്ലാതെ നാട്ടിലെ കണ്ടിട്ടില്ലേ, ളുഹറിന് വന്നിട്ട് കുനൂത്ത് കൊണ്ട് നിസ്കരിക്കുക. നാണം നിസ്കരിച്ചില്ല ആൾക്കാർ അറിയാട്ടോ. ആയിക്കോട്ടെ, നിസ്കരിച്ചില്ല, നമുക്ക് അതിനെ പറ്റി എപ്പോഴെങ്കിലും നീക്കുമ്പോ നിസ്കരിച്ചു കഴിഞ്ഞു. ഭയങ്കര മുമ്പ് വിചാരം ളുഹറിനാണ് സുബൈന്ന്, എന്നിട്ട് കുനൂത്തൊക്കെ ഓതിട്ട് പരസ്യമായിട്ട് നിസ്കരിക്കും. അങ്ങനല്ല, നമ്മൾ ഉറങ്ങിപ്പോയാൽ ഉണരും, പക്ഷെ എന്നും ഉറങ്ങിപ്പോയാൽ അല്ലാഹുവിനെ കാണാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു ബോധ്യം പോലെ ഇരിക്കുമ്പോ ഇങ്ങനെ, പ്രത്യേകിച്ച് സുബൈ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ ഇവിടെ ഗൾഫിലാണ്. ഗൾഫിലായിരുന്നല്ലോ സുബൈ. നാട്ടിൽ നിന്ന് പിന്നെ അൽഹംദുലില്ലാ നേരത്തെ ഉറങ്ങുമല്ലേ, ഒരു 10 മണിയാകുമ്പോഴത്തേനും എല്ലാവരും ഉറങ്ങും. അവിടെ നൈറ്റ് ലൈഫ് ഇല്ല അവിടെ. എല്ലാവരും പൊതുവെ ഞങ്ങളെ ഹിന്ദുക്കളെ ഏരിയ ആണെങ്കിൽ 7 മണിക്ക് തന്നെ കണ്ടാവും. മുസ്ലിങ്ങളാണെങ്കിൽ ഇപ്പൊ 10, 11 ഇങ്ങനെ ബാക്കിലേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു രീതി വരുന്നുണ്ട്. ഈ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു ട്രെൻഡ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് സുബഹിയാലയിലെ പരിപാടി. ഇവിടെ പിന്നെ പണ്ടേ നൈറ്റ് ലൈഫാണ്. ഇവിടെ പകലാണ് ലൈഫ് ഇല്ലാത്തത്, നൈറ്റ് പണ്ടേ ലൈഫാണ്. അപ്പൊ നോക്കാം, അതിലൂടെ സുബഹി പോകും. അങ്ങനെ സുബഹി പോയാൽ, അതേപോലെ തന്നെ അസർ പോയാൽ, അതിൽ നമുക്ക് അള്ളാഹുവിനെ കാണാനുള്ള അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാൻ, യഅലം അന്ന മദ്ഹബ അഹ്ലി സുന്നത്തി ബിഅജ്മഇഹിം. മദ്ഹബ് അഹ്ലി സുന്ന ഒന്നിച്ചു പറയുന്നത് അന്ന റുയത്തല്ലാഹി തആല മുംകിന, അള്ളാഹുവിനെ കാണുക എന്നുള്ളത് സാധ്യമാണ്. ഗൈറു മുസ്തഹീല, അതൊരിക്കലും അസംഭവ്യമല്ല. വഅജ്മഉ അലാ വുഖൂഇഹ അലൽ ആഖിറ,
അത് സംഭവിക്കുന്ന എവിടെ വെച്ചിട്ടാ? പരലോകത്ത് വെച്ചായിരിക്കുമെന്ന് മഹാനായ ഇമാം നബവി അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം പറയും. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൽ ലമഹ്ജൂബൂൻ. എന്നാ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറയിടും. ചിലർക്ക് കാണാൻ പറ്റില്ല. ഒന്നാമത് കാണാൻ പറ്റാത്ത ഒരു തൗഹീദിന്റെ വ്യതിചലിക്കുന്നവരാണ്. തൗഹീദിൽ നിന്ന് എപ്പോഴും നമ്മൾ വ്യതിചലിക്കുന്നത് ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് വളരെ ഗൗരവമായുള്ള ഒരു വസിയത്ത്, തൗഹീദുള്ളവരെ വഴിതെറ്റിക്കാൻ പറ്റും. തൗഹീദ് എന്നുള്ള വ്യതിചലനം നമുക്ക് വലിയ പ്രയാസങ്ങൾ എന്നാ ശിർക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങൾ, ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഈ ആതിരപ്പള്ളി അല്ലെ ഒരു വെള്ളച്ചാട്ടം, ഓണത്തിന്റെ സമയത്ത് ആതിരപ്പള്ളി പോയി. അവിടെയൊക്കെ ആതിരപ്പള്ളിയൊക്കെ ക്രിസ്ത്യാനികളാണ്. എവിടെയും ഒരു പൂവുക്ക് അല്ലെങ്കിൽ ഒരു കളറ് ഒന്നുമില്ല. മുസ്ലിം ഏരിയയിൽ പോയൊക്കെ ഓണം ആഘോഷിക്കാനുള്ള ട്രെൻഡ് മുസ്ലിങ്ങൾക്ക് എന്താണ് കൂടുതൽ. നിങ്ങൾ പോയൊക്കെ ആതിരപ്പള്ളി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മേഖലകളിൽ പോയൊക്കെ പറയുമ്പോ അവര് ശിർക്കിയണിന്ന് അവർക്ക് പ്രശ്നമൊന്നുമില്ല, അതിലും വലിയ ശിർക്ക് ചെയ്തിട്ട് അവർ ജീവിക്കുന്നു. എന്നാലും അവരുടെ ഷിആറുകള്, മതത്തിന്റെ ചിഹ്നങ്ങൾ അവർ പാലിക്കുന്നു. നമ്മള് ഇപ്പൊ ഓണത്തിന് എന്താ വെണ്ടക്കല്ലേ, ബിരിയാണി അല്ലേ, സാമ്പാറല്ലേ, എന്താ കുഴപ്പം ചോദിച്ചു. പിന്നെ നമ്മളവിടെ എത്തും. ഇനിയിപ്പോ ക്രിസ്മസ് വരെ, ക്രിസ്മസിന്റെ പ്രശ്നം എന്താ? അള്ളാഹുവിന് ഒരു കുട്ടി ഉണ്ടായി എന്ന് പറയുന്നതാണ് ക്രിസ്മസ്. ഞാൻ പറയണത് തൗഹീദ് എന്ന് പതുക്കെയാണ് മനുഷ്യന്മാരെ കൊണ്ടുപോകുക. ഇപ്പൊ നമ്മക്ക് ഒരു കുട്ടി നമ്മൾ അറിയാത്തുണ്ട് കാരണം നമ്മൾ ശ്രമിക്കുമോ? ഒരു പെണ്ണൊരുശ രാവിലെ ഇങ്ങനെ വരെ വീട്ടില്, ഓളെ കയ്യിലൊരു കുട്ടിയുണ്ട്. അപ്പൊ ആരാ? ഓള് പറഞ്ഞു നിങ്ങളെ ഇവിടുത്തെ ആളെ കുട്ടിയാണിത് എന്ന് പറഞ്ഞാൽ നമ്മള് ഹാപ്പി അറിയും. ഹാപ്പി അല്ല നമ്മളവിടെ ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം നമ്മളെ ഭാര്യമാരുടെ സ്വഭാവം. അവിടെ എന്താ ഉണ്ടാകുക പിന്നെ പറയാൻ പറ്റില്ല. നമ്മളെ മക്കളെ നമ്മള് കുട്ടിവെച്ച് പോകും, നമ്മളെ ഭാര്യ നമ്മളെ കുട്ടിവെച്ച് പോകും. അവിടെ ഹാപ്പി കൊണ്ട് കെട്ടിപ്പിടിക്കലല്ല. പക്ഷെ ക്രിസ്മസിന് അള്ളാഹുവിന് കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചെന്നിട്ട് ക്രിസ്ത്യാനികളോട് ഹാപ്പി ഹാപ്പി. ഇന്നഹു ബുഹ്താനുൻ അളീമ. അള്ളാഹുവിന് കുട്ടി ഉണ്ടായി എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാതക എന്നാ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തൗഹീദിന്ന് കൊണ്ടു. അതിനിപ്പോ എന്താ കുഴപ്പം? നമുക്ക് കുട്ടിയുണ്ട് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലേ? കുട്ടിയില്ലാത്തവർക്ക് അവനാന്റെ ഭാര്യയിൽ നിന്നല്ലാതെ വേറെ പെണ്ണെന്ന് കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പം തന്നെയാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും കുഴപ്പമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ബുഹ്താനുൻ അളീമാ. ഇതൊക്കെ ചെറുതാക്കാൻ കുറെ മതസംഘടനകൾ പണ്ട്. നിങ്ങൾ ആലോചിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മക്കത്തും 10 വർഷം മദീനത്തും ജീവിച്ചു. എവിടെ ജീവിച്ചേ? ഹിന്ദുക്കളുടെ ഇടയിൽ അല്ലേ? 10 വർഷം ഹിന്ദുക്കളുടെ ഇടയിൽ. അബൂജഹലൊക്കെ പറഞ്ഞ മോഡി അമിത്ഷാന്നൊക്കെ പറഞ്ഞ ടീമാണ്. മദീനത്തോ ക്രിസ്ത്യാനികൾക്കിടയിൽ, ജൂതന്മാർക്കിടയിൽ. നമ്മൾ പറയുമ്പോ നമ്മള് മാത്രം ബഹുമുഖം, ബഹുസ്വരം, ജാതി മത ചേന എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വലുതാണ്. അപ്പൊ നബി ജീവിച്ചത് ബഹുസ്വര സമൂഹത്തിലാ, ബഹുമുഖ സമൂഹത്തിലാ. നിങ്ങൾ എത്ര മൂല്യന്മാരെ പുസ്തകം കേട്ടിക്കണ്? മുജാഹിദിന്റെ, സുന്നിന്റെ, ജമാഅത്തിന്റെ, തബ്ലീഗിന്റെ, ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂല്യരുടെ ഹദീസില് നബി ക്രിസ്മസിന് പങ്കെടുത്തതോ ഹാപ്പി പറഞ്ഞതോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ മക്കത്ത് ചില ആഘോഷങ്ങൾ ഉണ്ടായപ്പോ അതിൽ പങ്കെടുത്തതോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു പറഞ്ഞ ആഘോഷങ്ങളിൽ നിന്നല്ലാത്ത എല്ലാ ആഘോഷങ്ങളിൽ നിന്നും ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബികൾ വന്ന് ചോദിച്ചു, നബിയെ ഞങ്ങൾക്ക് അറക്കണം, അള്ളാഹുവിന്റെ പേരിൽ അറക്കണം, ഭവാനയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അറക്കണം. അപ്പൊ നബി ചോദിച്ചു, ആ കല്ലിൽ വെച്ച് മുമ്പ് അള്ളാഹുവിനല്ലാത്തവർക്ക് അറുക്കണോ? ആ കല്ലില് വെച്ചിട്ട് അള്ളാഹുവിനല്ലാത്തവർക്ക് അറുത്തിട്ടുണ്ടോ? ഇല്ല നബിയെ, എന്ന് അർത്ഥോളി. അർത്ഥക്കണമെങ്കിൽ അറക്കരുത്. അപ്പൊ എന്താ കുഴപ്പം? കല്ലിനാണോ കുഴപ്പം? കത്തിക്കാണോ കുഴപ്പം? അവിടെ സ്ഥലത്തിനാണോ പ്രശ്നം? എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന് നമ്മൾ പറ്റുന്നുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും ഇത് തെറ്റിക്കാൻ നോക്കും. തൗഹീദ് എന്നാണ് പിശാചിനെ നമ്മൾ തെറ്റിക്കേണ്ടത്. പിശാചി എല്ലാ ദിവസവും രാവിലെ
അവന്റെ ആൾക്കാരെ വിളിച്ചു വിട്ടു. നമ്മള് കമ്പനിയിൽ മീറ്റിംഗ് കൊണ്ടുമാതിരി സേഫ്റ്റി മീറ്റിംഗ് കൊണ്ടു രാവിലെ തന്നെ. അതേപോലെ പിശാച് അവന്റെ ആളുകളെ വിളിച്ചു വിട്ടിട്ട് ചോദിക്കും, ആദ്യം പറയാ, എന്നെ ആരാധിക്കാൻ നിങ്ങൾ ആൾക്കാരെ പ്രേരിപ്പിക്കണം. അള്ളാഹുവിനല്ലാതെ എന്നെ ആരാധിക്കാനും അള്ളാഹുവിനെ അല്ലാത്തവരെ ആരാധിക്കാനും നിങ്ങൾ ആളുകൾ എന്താവണം? പ്രേരിപ്പിക്കണം. അത് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ, അത് നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വിദഅത്ത് ചെയ്യാൻ ആളുകളെ കൊണ്ട് പ്രേരിപ്പിക്കണം. ആദ്യം എന്നെ ആരാധിക്കാൻ, രണ്ടാമത് എന്നെ ആരാധിക്കാൻ ആൾക്കാരെ കിട്ടില്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ആരാധിപ്പിക്കാൻ, അതുമല്ലെങ്കിൽ വിദഅത്ത് ചെയ്യിക്കാൻ, അതുമല്ലെങ്കിൽ ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ. ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ എന്താ പ്രശ്നം ഉണ്ടായ എന്താ പ്രശ്നം? പിന്നെ പറയണ്ടല്ലോ, ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. കാരണം എന്താ, പിന്നെ സമാധാനം ഉണ്ടാവില്ല. ഓളെങ്ങനെ ശരിയാക്കാന്ന്, നിസ്കരിക്കാൻ കഴിയട്ടെ, ഓളെങ്ങനെ ശരിയാക്കാം, അവള് കൈയിട്ടുമ്പോ മൂപ്പരെങ്ങനെ ശരിയാക്കാം, കുടുംബങ്ങൾ അങ്ങനെ തകരരുത്. അങ്ങനെ ആലോചിച്ചിട്ട് ആ കുടുംബത്തിലെ സമാധാനം പോകും. ഭാര്യയായിട്ട് നമ്മള് സമാധാനത്തിൽ അല്ലെങ്കിൽ പിന്നെ സമാധാനം ഒന്നും ഉണ്ടാവില്ല. എന്തിനാ വെറുതെ പ്രഷർ ഉണ്ടാക്കാൻ പോകണം? പ്രഷർ കൂടി ആരും മരുന്നിന് പൈസ കൊടുക്കണം? നമ്മൾ തന്നെ കൊടുക്കണം. ആകെ ഇപ്പൊ ഡോക്ടർ ചെല്ലുമ്പോ പറയുമ്പോ ടെൻഷൻ എടുക്കരുത്, അല്ലെ? ടെൻഷൻ എടുക്കരുത് പറഞ്ഞാൽ ആര് ടെൻഷൻ ഉണ്ടാക്കണ ആരാ? നമ്മളാണ്. ഷുഗറിന് ടെൻഷൻ പറ്റൂല, പ്രഷറിന് ടെൻഷൻ പറ്റില്ല. എന്തിനും വെറുതെ ഓളോട് പ്രശ്നം ഉണ്ടാക്കണം. ഇനിയിപ്പോ ഒരു പെണ്ണ് കിട്ടിയാൽ അതും പെണ്ണല്ലേ? ഇവിടെ ഒഴിവാക്കി ഇനി വേറെ ഒരുത്തിനും കെട്ടി ചോദിച്ചു, അപ്പൊ നന്നാവോ? ഒരു ഉറപ്പില്ല. നമ്മൾ ഈ TV ഒഴിവാക്കി വേറെ TV അങ്ങനെ ചിലപ്പോ കേടുവരാം. അത്രേ ഉള്ളൂ. അതും പെണ്ണെന്നെയാണ്. നിങ്ങളാണുങ്ങളാണ്. നിങ്ങളെ സ്വഭാവം മാറ്റാതെ അവളുടെ സ്വഭാവം മാറാതെ വെറുതെ ഇങ്ങനെ പെണ്ണെട്ടി കളിച്ചിട്ട് എന്താ? അൽഹംദുലില്ലാ കിട്ടിയതിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ഇപ്പൊ എല്ലാവർക്കും തൃപ്തി ഒന്നും ഉണ്ടാവില്ല. 80-80 ഒക്കെ ഉള്ളൂ. അതില് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. ഈ പ്രഷർ തന്നെ വലിയ പ്രശ്നമാണ്. കുടുംബത്തിൽ നമ്മൾ കയറി ചെല്ലുമ്പോ സമാധാനം ഇല്ലെങ്കിലും കഴിഞ്ഞില്ലേ. അതുകൊണ്ട് എത്ര വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ അത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ട് നമ്മുടെ കുടുംബം നമ്മൾ നിലനിർത്തുക. അതുകൊണ്ടാണ് പിശാചി 4ാമത് ശ്രമിക്കുന്നത്. എന്തിനാ? ഓന് എല്ലാ രാവിലെയും വെച്ചിട്ട് ആൾക്കാരോട് പറയുന്നു, എന്ത്? കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുക. ഭാര്യയുടെയും ഭർത്താക്കളുടെയും. ഇപ്പൊ നാട്ടിലുള്ള വലിയ ട്രെൻഡ് എന്താ അറിയും? ഞാൻ ഇപ്പൊ 4 വർഷമായി നാട്ടില്. കുടുംബ കോടതിന്റെ മുമ്പില്, എന്റെ നാട്ടിലൊരു അക്ഷയ ഉണ്ട്, കുടുംബ കോടതിന്റെ മുമ്പില് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടൂല. അത്രയും ഡൈവേഴ്സ് കേസ്. കൂടുതൽ പ്രണയമാണ്. വലിയ ആവേശത്തില് ജില്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ജില്ല, നമുക്ക് ഒന്നിച്ച് മരിക്കാന്നൊക്കെ പറഞ്ഞ കുട്ടികളെ കഴിച്ചു വരാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോ 2ആളും കുടുംബ കോടതിയില്. പിന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ബർക്കത്തില്ലാത്ത നുണ പറഞ്ഞുണ്ടായതല്ലേ. അതല്ലാതെ തന്നെ കുടുംബ വഴക്കുകൾ. നിങ്ങൾക്ക് പിന്നെ ഇവിടെ വഴക്കൂടാൻ സാധ്യതകൾ കുറവാണ്. നാട്ടിൽ വേറെ കുറെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ളത് ഈ ഭർത്താവാണ്. ഇദ്ദേഹത്തിന് എങ്ങനെ ടെൻഷൻ പിടിപ്പിച്ച് ഇയാളതാക്കിയാല്, ഈ ടെൻഷൻ പിടിച്ചാലാണ് ബ്ലഡ് കയറിയിട്ട് എന്താകുക, ഒരു ഭാഗം എന്താകുക, കുഴയുക. പിന്നെ എതിരി നടക്കേണ്ടി വരും, അല്ലേ? എല്ലാവരും നിങ്ങൾ അതിന്റെ പ്രാക്ടിക്കൽ ആലോചിച്ചൊക്കെ. പിന്നെ ഇയാളെ നമ്മൾ 5 ദിവസമൊക്കെ കാര്യം ഉണ്ടാവില്ല, ജോലിക്കും പോവില്ല, പിന്നെ പാവത്തിനെ നോക്കി നടക്കേണ്ടി വരും. ഒഴിവാക്കാൻ പറ്റുമോ? ഭർത്താവില്ലേ? അതുപോലെ നിങ്ങളെ പെണ്ണുങ്ങള് അവരെത്രയും അധ്വാനിക്കുന്ന നമ്മളെ പെണ്ണുങ്ങൾ പാവം. പണ്ട് ഈ പാരഗൺ ഹോട്ടലില് നമ്മളെ മരിച്ച കേമാണില്ലേ, കേമാണി മന്ത്രി, അയാളുടെ മരുമോൻ വന്നിരുന്നു. ഈ നെഫ്രോളജിന്റെ ഡോക്ടറിനാണ് കോഴിക്കോട്. അയാൾ പറഞ്ഞ് വൃക്കക്ക് അസുഖം വരുന്ന. അപ്പൊ ആൾക്കാരിങ്ങനെ ചോദിച്ചു, വെള്ളം കുടിക്കാത്തോണ്ടാണോ, വെള്ളം കുടിച്ചോണ്ടാണോ? അല്ലെ, നമ്മള് നീച്ച 4-5 മാസം വെള്ളം കുടിക്കണം, നല്ലതാണ് വെള്ളം കുടിക്കണം. അപ്പൊ അയാൾ പറഞ്ഞ അതൊന്നുമല്ല, വെള്ളം കുടിക്കേണ്ട സമയത്ത് നാവ് നമ്മളോട് പറയുന്ന ടേസ്റ്റ് കാണിക്കും, അപ്പൊ കുടിക്കുക. അപ്പൊ എപ്പോഴാച്ചാ കുടിച്ചോ. ഞാൻ വേണമെങ്കിൽ 4 രാവിലെ നീച്ച് 4 ഗ്ലാസ് വെള്ളം കുടിച്ച് കുഴപ്പമൊന്നുമില്ല. അയാൾ പറയും. പക്ഷെ നമ്മുടെ വൃക്കകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാരെ പോലെയാണ്. ക്ലാസ്സിൽ വന്ന സഹോദരിമാരെയും കുറച്ച് സന്തോഷിപ്പിക്കണ്ടേ? വൃക്കകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാരെ പോലെയാണ്. അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഡയാലിസിസ് ചെയ്യുന്നൊരു സഹോദരൻ അള്ളാഹു കാത്തുരക്ഷിക്കുന്നതാണ്. ഒരാഴ്ചയിൽ 3-4 ദിവസം ഡയാലിസിസ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ ഹോസ്പിറ്റലിൽ പോകാൻ വേണം, 5 മണിക്കൂർ അവിടെ കിടക്കണം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. അന്ന് പിന്നെ ഒന്നിനും പറ്റില്ല. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം പിന്നെയും കൊണ്ടേ. ഇങ്ങനെ വൃക്കങ്ങനെ രക്തം ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെയാണ് നമ്മുടെ സഹോദരന്മാര്. രാവിലെ എഴുന്നേൽക്കുന്നു, കുട്ടികളെയും ഭർത്താവിനെയും അതേപോലെ തന്നെ അവരുടെ വീടുകൾ വൃത്തിയാക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവരില്ലെങ്കിൽ പ്രയാസം തന്നെയാണ്. ഒന്ന് വെള്ളപ്പം ചുട്ടാ പറ്റക്ക്. ഞാനൊരിക്കൽ ഭാര്യ അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നു. അവള് വെള്ളപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ട് നാട്ടിൽ പോയി. അല്ലെ, ഇവര് പോകുമ്പോ 2 ദിവസത്തെ കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു. വെള്ളപ്പത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് 2 വട്ടം ഇവിടെ തട്ടി പിടിച്ചിട്ട്
പണിയണേ. ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് 2 കാലിലെ പൊറോട്ട ഒഴിവാക്കി. 2 കാലിന് 2 പൊറോട്ട. കാരണം എന്താ, ഒരു വീട്ടില് 5 ആളുണ്ടെങ്കിൽ 15 വെള്ളം കിട്ടും. അതൊന്ന് തിരിച്ചു നോക്കി നിങ്ങള്. അപ്പൊ അറിയാം ഈ ചെറിന്റെ കവരോ. അത് ഈ പാവങ്ങൾ എത്ര ഉണ്ടാക്കണത്, നമ്മളെ കടിക്കുന്ന വെള്ളപ്പത്തിന്റെ എണ്ണ എത്ര അതൊക്കെ ഉണ്ടാക്കണ്ടേ. അത് അവരെ കൊണ്ടേ കഴിയൂ. ഒരു കറി വെക്കാൻ നമ്മള് കറി വെച്ച് ഒന്നുമില്ലെങ്കിൽ വെള്ളം കൂടും, അല്ലെങ്കിൽ വെള്ളം കുറയും, അല്ലെങ്കിൽ കോഴി കരിയും, അല്ലെങ്കിൽ മീനിൽ പുളി ഉണ്ടാവില്ല. കുറെ പ്രശ്നങ്ങളാണ്. അത് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ നോക്കാൻ, നമ്മൾ എത്ര നേരം മക്കളെ നോക്കും? കുറച്ചു നേരം ചെന്ന് പിടിക്കുകയാണ്. എന്നാൽ അവരങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ആരോഗ്യവും ആയസും ദീർഘായുസും കൊടുക്കാൻ. അപ്പൊ അവര് വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യുക, അതല്ല അജ ശരിയില്ല, അജ ശരിയില്ല. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്രിസിയേഷനാണ്. അല്ലാതെ വളരെ അപ്രിസിയേറ്റ് ചെയ്യുക, വേറെ കണ്ണാണെങ്കിൽ അപ്രിസിയേറ്റ് ചെയ്ത പ്രശ്നമാവില്ലേ? അതിന് നമ്മൾ സമ്മതിക്കോ? നമ്മൾ തന്നെ അപ്രിസിയേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ എടുത്ത് വിളിച്ചിട്ട് എന്റെ ഭാര്യ അടിപൊളിയായിരുന്ന പ്രശ്നമാവും. അപ്പൊ ആരാ അപ്രിസിയേറ്റ് ചെയ്യുന്നത്? ഭർത്താവാണ്, മക്കളാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഒരു ഉമ്മാന്റെ നെറ്റിയിലൊരു ഉമ്മൊക്കെ കൊടുത്താൽ, അതുപോലെ ഭർത്താക്കന്മാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ ടേസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ പറഞ്ഞ് അങ്ങനെ കുടുംബജീവിതം പോകുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വരച്ച വരയിൽ നിന്നാൽ ആ വര പൊട്ടും. അതാണ് പിശാച് ശ്രമിക്കുന്നത്. ആ വര പൊട്ടിനോട് കൂടി പിന്നെ മനുഷ്യന്റെ സമാധാനവും അതേപോലെ തന്നെ ശാന്തിയും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലാതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സമാധാനത്തിനാണ്. തൗഹീദിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോഴേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ നമുക്ക് കഴിയും. പരലോകത്ത് വെച്ചിട്ടുണ്ടാകുന്ന ഒരു സംഭവം ഒരു ഹദീസില് അബൂ സഈദ് അൽ ഖുദരി ഉദ്ധരിക്കുന്ന ഹദീസിനോട് കൂടി നമ്മൾ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒരു ഹദീസും കൂടി ഉദ്ധരിച്ച് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ എല്ലാവരും പരലോകത്ത് വരും. പരലോകത്ത് വന്നിട്ട് അല്ലാഹ് പ്രഖ്യാപിക്കും, ആരൊക്കെ ആരാധിച്ചോ അവരൊപ്പം നിൽക്കാൻ പറയും. ഗുരുവായൂരപ്പനെ ആരാധിച്ചവർ അങ്ങനെ, ശബരിമല അയ്യപ്പനെ ആരാധിച്ചവർ അങ്ങനെ, ഈസാ നബിനെ ആരാധിച്ചവർ അങ്ങനെ, ഉസൈറിനെ ജൂതന്മാരോട് അങ്ങനെ നിൽക്കാൻ പറയും. എന്നിട്ട് അവരോട് പറയാ, അവര് പിന്നാലെ പോകാൻ പറയും. അള്ളാഹിനെ ആരാധിച്ചവരോട് അവിടെ നിൽക്കാൻ പറയും. കുറച്ച് കഴിയുമ്പോ അള്ളാഹിനെ ആരാധിച്ചവർ മാത്രം അവിടെ നിൽക്കും. അള്ളാഹിനെ ആരാധിച്ചവര് മോശപ്പെട്ടവനും, അള്ളാഹിനെ ആരാധിച്ചിട്ട് പിന്നെ പലിശ വാങ്ങിയവനും വേണ്ടാത്തരം ചെയ്തവനൊക്കെ ഉണ്ട്, അവരൊക്കെ അവിടെ നിൽക്കും. അള്ളാഹിനെ ആരാധിച്ചതിന് ശേഷം വേണ്ടാത്തരം ചെയ്തവനോ അവരെല്ലാരും അവിടെ നിൽക്കും. അങ്ങനെ അവരോട് മലക്കുകൾ ചോദിക്കും, എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവര് പറയും, ഞങ്ങളോട് പറഞ്ഞു ഓരോരുത്തരും ആരാധിച്ചവരെ പിന്നാലെ പോണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ആരാധിച്ച റബ്ബിനെ കാത്തിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ അള്ളാഹു അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അല്ലാഹ് പറയും, മന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയും. ഫയഖൂലൂന അൻത റബ്ബുനാ, അപ്പോ ജനങ്ങൾ പറയും, അതെ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഫലാ യുകല്ലിമുഹു ഇല്ലൽ അംബിയാ, ആ സമയത്ത് പ്രവാചകന്മാര് മാത്രമായിരിക്കും അല്ലാഹുവോട് സംസാരിക്കുന്നത്. ഫയഖൂലു, എന്നിട്ട് അല്ലാഹ് ചോദിക്കും, ഹൽ ബൈനകും വബൈനഹു ആയത്തുൻ തഅരിഫൂനഹു, അല്ലാഹുവിനെ കാണുമ്പോൾ എന്തെങ്കിലും അടയാളം നിങ്ങൾ ദുനിയാവെന്ന് കേട്ടിരുന്നോ? അപ്പൊ വിശ്വാസികൾ പറയും അസ്സാത്ത്. അതേപോലെ ക്ലാസ്സിന്നോ ഖുർആനൊക്കെ വായിച്ചപ്പോൾ അവർ കേട്ടിട്ടുണ്ട്, അള്ളാഹു അവന്റെ കണങ്കാല് വെളിപ്പെടുത്തുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണങ്കാല് വെളിപ്പെടുത്തും. എല്ലാ വിശ്വാസികളും അള്ളാഹിന്റെ മുമ്പിൽ അപ്പൊ സുജൂദ് ചെയ്യും. പക്ഷേ ദുനിയാവിലെ പേരെടുക്കാൻ വേണ്ടിയിട്ടും റിയാഇന് വേണ്ടിയിട്ടും സുജൂദ് ചെയ്തവർക്ക് അപ്പോൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കഴിയില്ല, അവരുടെ മുതുകുകൾ വളയില്ല എന്ന് ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ഗൗരവമായി നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനാണ്. ദുനിയാവിൽ വെച്ച് മനുഷ്യർക്കൊന്നും അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. പരലോകത്ത് വെച്ചായിരിക്കും നമ്മൾ അള്ളാഹുവിനെ, സ്വർഗത്തിൽ വെച്ചായിരിക്കും കാണുക. അതിന് തൗഹീദ് അനുസരിച്ച് ജീവിക്കുക. സുബഹിയും അസ്റും ജമാഅത്തുകൾ നഷ്ടപ്പെടാതെ പുരുഷന്മാരെ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളാണ് ഈ സമയത്ത് നമുക്ക് ഓർക്കാനുള്ളത്.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുപോലൊരു വേദിയിൽ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ, നമ്മുടെ അകന്നും അടുത്തും കഴിയുന്ന നമ്മുടെ മക്കളെ അല്ലാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ. ക്രൂരന്മാരായ ഭരണാധികാരികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫലസ്തീനിൽ ബോംബിട്ടുകൊണ്ടിരിക്കുന്ന നെതന്യാഹു എന്ന കിരാതരിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അവനെ കുളിർക്കെ കാണുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين برحمتك يا ارحم الراحمين. السلام عليكم.